ഇന്നലെ ഞാൻ ഈ ചെങ്ങാനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞങ്ങാണ്ട് ഇവനെ കൂട്ടാതെ പോയിന്. ഇന്ന് ഇവൻ എന്നോട് തെറ്റിക്കാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ്റെ പണിക്ക് അങ്ങോട്ട് മാറ്റാം. കുറേ കാലമായിട്ട് പണിങ്ങിക്കുന്നതായിട്ട് ശരിയല്ലല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് ഇവനെ കൂട്ടിയിട്ടാട്ട പോണത്. അപ്പോൾ ഹലോ ഗൈസ്, പറയാൻ മറന്ന് വെൽക്കം ബാക്ക് ടു മൈ ഡെയിലി വ്ലോഗ് സീരീസ് ഡേ 2. അപ്പോൾ ഇന്ന് ഇൻ്റെ ഒപ്പം പുറത്തേക്ക് പോകാൻ നിഷ്മിയുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് എടുക്കാൻ പോണേ ബാങ്കിക്ക് പോകേണ്ട കുറച്ച് ആവശ്യമുണ്ട്. സോ ഫസ്റ്റ് ഞങ്ങൾ ബാങ്കിക്ക് ആട്ടാ പോണത്. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് പോവാം അല്ലേ നിഷ്മ? അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ബാങ്കിക്കാ പോണത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. ഇവളെയും കൊണ്ടാട്ടൊന്ന് പോണത്. ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ വീഡിയോഗ്രാഫർ നിഷ്മയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോ ഹൊറിസോണ്ടലും കുറച്ച് വീഡിയോ വെർട്ടിക്കലും ഉണ്ടാവും. അതങ്ങോട്ട് സഹിക്കുക. ഞാൻ വീഡിയോ എടുത്ത സമയത്ത് വല്ലാണ്ട് അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. പിന്നെ എഡിറ്റ് ആക്കാൻ നോക്കിയപ്പോഴാണ് വീഡിയോ കുറച്ച് അങ്ങനെയും കുറച്ച് ഇങ്ങനെയും കിടക്കുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാങ്കിക്കാണ്. ഒരു 10 മണിയാകുമ്പോഴത്തേന് ബാങ്കൊക്കെ ഓപ്പൺ ആവും. നമ്മളൊരു 9:30 കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ഡ്യൂട്ടിക്ക് പോവാനുള്ളത്. സോ നമ്മൾ അങ്ങോട്ട് പാൻ ചീറിപ്പോയി. അവിടെ എത്തിങ്ങാണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്ത് നടക്കുന്ന സീനായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 9:45 ആയതിന് ബാങ്കിൽ എത്തിയിട്ടുണ്ട്. 10 മണിക്ക് ബാങ്ക് ഓപ്പൺ ആവുള്ളൂ. ബട്ട് ഓപ്പണൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റാഫ് ആരും വന്നിട്ടുണ്ടായില്ല. അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ എത്തിയിട്ട് പോസ്റ്റായിട്ടാണ് ഇരുന്ന്. അപ്പോഴാണ് അവിടുത്തെ ചേച്ചിനോട് ചോദിച്ചപ്പോൾ പറയുന്നത് ഒരു ഫോം തന്നിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ട ചെറിയ പൈതലുണ്ടല്ലോ, അത് ഈ കോലത്തിലായിട്ടുണ്ട് ഇപ്പോൾ വളർന്ന് വലുതായിട്ട്. പിന്നെ ഞാൻ അവിടെ കുറച്ച് പരിപാടികളും കാര്യങ്ങളിലായിരുന്നു. അത് കുറേ പേപ്പർ സൈൻ ചെയ്യാനും അങ്ങനത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവളെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ഫൈനലി എൻ്റെ ATM കാർഡ് അവിടെ നിന്ന് കിട്ടിങ്ങാണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിട്ടോ. പിന്നെ നമുക്ക് എൻ്റെ വർക്കിംഗ് സ്ഥലത്തേക്കാണ് പോകേണ്ടത്. സമയം ഒരു 10:30 ആവാനായിക്കണ്. ഞാൻ ശരിക്കും ഡ്യൂട്ടിക്ക് കയറേണ്ട സമയം 9 മണിയാണ്. ഇപ്പോൾ കറക്റ്റ് 10:30 ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പാൻ ചീറി പോകാമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ നമ്മൾ സാവധാനമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതല്ലേ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇന്ന് നിഷ്മയും കൂടെ ഉണ്ട് എൻ്റെ ഒപ്പട്ടാ. അതുകൊണ്ടാണ് വീഡിയോ ഓളാണ് എടുത്ത് തരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളിങ്ങനെ കാണുന്നത്. അപ്പോൾ ഞാൻ അവിടെ എത്തിയ സമയത്ത് അങ്ങനെ തിരക്കും കാര്യങ്ങളും ഇല്ലാത്തൊരു ദിവസമായിന്. സോ മറ്റുള്ള ഫോൺ കേടുന്നിനായിരുന്നു റിഷ്മൻ്റെ. ഞാൻ ഇന്നലെ പറഞ്ഞ ആളുണ്ടല്ലോ, ഓളെ തന്നെ. സോ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേഗം ഫോൺ കടയിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നന്നാക്കുന്ന സമയം കൊണ്ട് നമ്മളങ്ങനെ കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ അത് നന്നാക്കിയിട്ട് ഇറങ്ങിപ്പോയി. നന്നാക്കിയപ്പോൾ ഓൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഓള് ഹാപ്പിയായി. ഇനി ഫോണിൽ ചാർജ് വേഗം കയറുമല്ലോ എന്ന് ഓളെ വർത്താനം. പിന്നെ അതാ വീണ്ടും പണി അങ്ങോട്ട് എടുക്കുക. ഞാൻ പറഞ്ഞില്ലേ പണി അങ്ങോട്ട് എടുക്കുക. പണിക്കോണം എന്തിനാ പണി എടുക്കാൻ. സോ കുറച്ച് ഇൻവോയ്സൊക്കെ അങ്ങോട്ട് കമ്പ്യൂട്ടറിൽ കയറ്റാണ്ടായിരുന്നു. അത് അങ്ങോട്ട് കയറ്റി കൊടുത്തിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ സ്റ്റോക്കിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ. അപ്പം അങ്ങനെ സ്റ്റോക്ക് കുറച്ച് കൗണ്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ. മറ്റേ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു പോയതാണ്, ഡിലീറ്റ് ആയതുകൊണ്ട് എനിക്കറിയില്ല സംഭവം. ഈ ഒരു ബില്ല് കയറുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ എൻ്റെ കയ്യിലുള്ളത്. സോ ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ കാണണം ഞാൻ. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോട്ടോ. അപ്പോൾ ഒന്നല്ലെങ്കിൽ പെണ്ണെടുത്തുകൊണ്ട് എന്തെങ്കിലും കുത്തി വരും, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് കിട്ടും, അല്ലെങ്കിൽ ഫോണിൽ കളിക്കും. അങ്ങനെ കുറേ നേരം ഒരു സംഭവം ഇങ്ങനെ കുറേ നേരം സെയിം സാധനം തന്നെ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയൂല. ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡ് ഇങ്ങനെ മാറി കളിക്കട്ടോ. സോ ഒരു 4:45 കഴിഞ്ഞേക്ക് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത്രയും സമയം നിഷ്മ എൻ്റെ ഒപ്പം അവിടെ ഇരിക്കുകയാണ്. ആ പാവണ്ട് എൻ്റെ കുട്ടി. അതോർത്തിട്ട് ഞാൻ പറഞ്ഞു ഇഞ്ചിൻ്റെ ഒപ്പം പോരുന്നുണ്ടോ ചോദിച്ചു. പറഞ്ഞു ഞാൻ ഒരിക്കലും എൻ്റെ പിന്നാലെ പോരില്ല എന്നുള്ള റെസ്പോൺസ് കഴിഞ്ഞിട്ട് ഓളെ വായന എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നേരെ പോണത് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓള് വീഡിയോ എടുത്ത് തരുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ? ഇതൊക്കെ ഓൾ എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങാൻ പോയി. അപ്പോൾ ഓൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ പറഞ്ഞ് അതൊക്കെ വാങ്ങിക്കൊടുത്തു. എനിക്കെന്താണെന്നറിയില്ല, എൻ്റെ അനിയത്തിയാൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അത് വാങ്ങി കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫീൽ എന്താണെന്ന് അറിയോ? സിംഗപ്പെണ്ണെ ഈ പാട്ടാണ് എനിക്ക് ഓർമ്മ വരിക. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കുന്നത്. ബട്ട് എനിക്കത് ഭയങ്കര സംഭവമാട്ടോ. 1 രൂപയുടെ മുട്ടായി എനിക്ക് വാങ്ങിക്കൊടുക്കാന്നുണ്ടെങ്കിലും ഐ ഫീൽ എനിക്കിതൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റിയല്ലോ. സംഭവം ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ എനിക്കാരും വാങ്ങിത്തരാണ്ടായില്ല. അതുകൊണ്ടാക്കാൻ. അപ്പോൾ നമ്മളെ കാറിന് ഒന്ന് പൊതിപ്പിച്ചിട്ടിട്ട് വീട്ടിലെത്തിയപ്പോൾ ഉമ്മ തക്കാളി പറിച്ചുകൊണ്ടിരുന്നു. സോ ഞാനത് പോയിട്ട് പറിച്ചുകൊണ്ടിരുന്ന സീനായിട്ടപ്പോൾ കാണുന്നത്. ഞാൻ വേഗം പോയിട്ട് ഫോൺ എടുത്ത് വീഡിയോ എടുത്തിട്ടാണ്. ഇങ്ങനെ പെരയിൽ എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒരു വൈബല്ലേ. സമ്പന്നനായ ഇന്നെ ഉണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നത്. എന്താ സംഭവം എന്നല്ലേ, ചെടിക്ക് വെള്ളം നനയ്ക്കുക. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എനിക്ക് ഇത്ര നല്ല പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഇമ്മ ചെടിക്ക് വെള്ളം നനയ്ക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കണ്ടന്റ് വേണമല്ലോ. എൻ്റെ വിചാരം ഞാൻ നല്ല മനസ്കതയുള്ളൊരു കുട്ടിയായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ബട്ട് കണ്ടന്റിന് വേണ്ടിയിട്ടാണ് പാവൻ്റെ അമ്മക്ക് ഇപ്പോഴും അറിയില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചെടികളുണ്ട്. അതായത് ഞാൻ ഈ കൊറോണ ടൈമിൽ ഉണ്ടാക്കിയ ചെടിച്ചട്ടികളാട്ടോ ഇതൊക്കെ. ഈ കാണുന്നത് ഫുള്ള് കൊറോണ ടൈമിൽ ഇരുന്ന് ഉണ്ടാക്കിയ സിമെൻറ്റ് കൊണ്ട് ഇരുന്നുണ്ടാക്കിയ ചെടിച്ചട്ടികളാണ്. അപ്പോൾ അതിൽ കുറച്ച് ചെടികളുണ്ട്. അതൊക്കെ നനച്ചു കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പരിപാടി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കുകയാണ്. എനിക്ക് എപ്പോഴും എങ്ങനെ തന്നാലും ഏത് സമയത്തും എപ്പോഴാണ് കഴിക്കുന്ന ഒരു ജ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ
ഗ്രേപ്പിൻ്റെ ഈ തിളപ്പിച്ചിട്ടുണ്ടാക്കുന്ന ഈ ഒരു ജ്യൂസ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഒരു നോമ്പ് തുറക്കുന്ന ടൈം ആയപ്പോഴത്തേക്കും നോമ്പ് തുറക്കാതെ സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിനി. ഇന്ന് നമ്മൾ 3 ആൾ മാത്രമേ ഉള്ളൂ. സോ ഇതാ കണ്ടില്ലേ, ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതേപോലെ തന്നെ ഇങ്ങനെ കയ്യിൽ നിന്ന് പോകട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയ്ക്ക് സാധനങ്ങളുള്ളൂ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമ്മൾ 3 ആൾ മാത്രമേ ഉള്ളൂ ഉണ്ടായിരുന്നത്. മന്നവത്തൊക്കെ ഉണ്ടായിനി, പിന്നെ ഗ്രേപ്പ് ഉണ്ടായിനി, സമൂസ ഉണ്ടായിനി, കട്ട്ലേറ്റ് ഉണ്ടായിനി, ഈത്തപ്പായ ഉണ്ടായിനി, ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടായിനി. ഇതൊക്കെ തന്നെയായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ബാക്കി എണ്ണക്കടികളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ബാക്കി ഉള്ളൂട്ടോ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. പിന്നെ ഫ്രൂട്ട്സും വാങ്ങിയതല്ലേ. പിന്നെ നമുക്ക് നമ്മളെ സ്ലൈസ് ഉണ്ടല്ലോ അതുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നോമ്പ് തുറക്കുന്ന ടൈമിൽ ഈ ചങ്ങായി ഇവിടെ ഉണ്ടാവുന്നു. അപ്പോൾ ഓൻ അവിടെ ഉണ്ടായിനി. അപ്പോൾ ബാങ്ക് കൊടുത്തേക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കുടിക്കൽ തുടങ്ങിയിട്ട്. സമൂസ വാങ്ങിയത് നമുക്ക് നമ്മളെ വീട്ടിലുണ്ടാക്കാൻ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിന്. ഇത് നമ്മൾ വാങ്ങിയപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് ഒരു രസം ഉണ്ടായില്ല കേട്ടോ. നോമ്പ് തുറക്കുന്ന ടൈം ആകുമ്പോൾ ഇവനുണ്ടാവും ഇവിടെ. അപ്പോൾ കട്ട്ലേറ്റ് തീരെ വായിക്കൊള്ളൂല ഇനി. അപ്പോൾ നേരെ അത് ഓനക്ക് കൊടുത്തിട്ടുണ്ടായിന്. അത് ഓനവിടെ കഴിച്ചിട്ടുണ്ടായിന്. ഓനക്ക് എന്ത് കൊടുത്താലും ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും തിന്നും. നോമ്പായതുകൊണ്ടാണ് തടിയൊക്കെ ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ ലൂണന് ഇത് കഴിക്കുന്ന സീനാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് ഗ്രേപ്പൊക്കെ എടുത്ത് കഴിച്ചിട്ടാ. ഇപ്പം നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. എന്താണെന്നുള്ളതല്ലേ, ഈത്തപ്പായം കഴിക്കുന്ന പൂച്ചനെ നിങ്ങൾ കണ്ടിരിക്കണം. പട്ട് ഞങ്ങൾ ലൂണൻ ക്യാൻ ഈത്തപ്പായം കഴിക്കൽ. ഓന് നല്ലതായിട്ട് ഈത്തപ്പായം കഴിക്കട്ടെ. നമ്മൾ എത്ര കൊടുത്താലും ഓൻ കഴിക്കും. ഓനക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ മധുരമുള്ള സാധനങ്ങളൊക്കെ കേട്ടോ. സോ അതിപ്പോൾ നിങ്ങൾ ഏത് സമയത്തും എനിക്കൊന്ന് കൊടുത്ത് ഓൻ കഴിക്കട്ടോ. നോമ്പായിട്ട് നമ്മളെ വീട്ടിൽ തടി ക്ഷീണിച്ച ഒരാളാണ് ഈ ലൂണനെ അറിയണത് കേട്ടോ. ഓരും നോമ്പെടുക്കണ മാതിരി തന്നെയാണ്, അധികം ഒന്നും കഴിക്കലില്ല. സോ പാവം തടിയൊക്കെ ആകെ ഇങ്ങോട്ട് ക്ഷീണിച്ച് മെലിഞ്ഞ് ശുഷ്കിച്ചിരിക്കണം. നോമ്പൊക്കെ തുറന്ന് ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മൾ ബാക്കി മെയിൻ കോഴ്സ് കഴിക്കാമെന്ന് കിട്ടും. മെയിൻ കോഴ്സ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ചായ കുടിക്കും. ഇന്ന് ദോശയും ചിക്കൻ കറിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ സാദിഖൻ്റെ ഗ്ലാസ്സിൽ ചായയും കുടിച്ചു. പിന്നെ ഇടയ്ക്കൊന്നുമില്ല, എപ്പോഴെങ്കിലൊക്കെ ഉള്ളൊരു പരിപാടിയാണ് കുളിച്ച് കഴിഞ്ഞിട്ട് ഈ ലോഷൻ തേക്കലിട്ട്. അങ്ങനെ കുളിച്ച് ലോഷനും തേച്ചങ്ങാണ്ട് പിന്നെ രാത്രി ഉണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10-10:30 ആയപ്പോൾ നമ്മൾ കഞ്ഞി കുടിക്കാൻ വിളിക്കും. നല്ല ചക്കക്കൂട്ടാനും ചമ്മന്തിയല്ല മാങ്ങാച്ചാറും കഞ്ഞിയൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് കുടിച്ചിട്ടോ. വല്ലാണ്ട് കുടിച്ചിട്ടില്ല, കുറച്ചങ്ങോട്ട് കുടിച്ച്. അതായത് ചൂടുള്ള സംഭവം നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ട് കുടിക്കുമ്പോൾ ഭയങ്കര ഒരു റിലാക്സേഷനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന എല്ലാ വീഡിയോസിൻ്റെ അകത്തുമ്പോൾ തീരെ കളറില്ലാതായിട്ട് കാണുന്നത്. ഇപ്പം എനിക്ക് ഈ നഖം ഇങ്ങനെ വെളുത്തിരിക്കുന്നത് തീരെ ഇഷ്ടമില്ല. സോ ഞാൻ പോയിട്ട് എന്താക്കി നല്ല മൈലാഞ്ചി കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ചുവന്ന് കിടക്കുന്നത് കിട്ടും. അപ്പോൾ ഭയങ്കര ഓക്കെയാണ്. പിന്നെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വാസ്ലിൻ്റെ ഗ്ലൂട്ടായ കുറച്ച് മുമ്പ് വരെ ട്രെൻഡിങ് ആയിരുന്നല്ലോ. ഞാൻ കുറച്ചായി വാങ്ങിയിട്ട് ബട്ട് യൂസ് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ നൈറ്റ് അത് ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ നൈറ്റ് അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. കണ്ടോ ഒരു ഇങ്ങനെ ജിഞ്ചിനാഖിണിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രത്തിനുള്ള ടാറ്റ ബൈ ബൈ. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. അപ്പോൾ നിങ്ങളും പോയി ഉറങ്ങിക്കോളൂ. അപ്പോൾ നാളെ കാണാം. ടാറ്റ ബൈ ബൈ.